എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്ന ആധ്യാത്മിക രാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം അടിസ്ഥാനമാക്കി ഈ രാമായണ കാലത്ത് അതിൻ്റെ തത്വങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു പര്യവേക്ഷണമാണ് ഈ ഒരു സീരീസ്. അതിൻ്റെ 13ാമത് എപ്പിസോഡിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം വൻ ഗുരുപാദദ്വന്ദ്വം മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ 12ാമത് എപ്പിസോഡിൽ നമ്മൾ അയോധ്യാകാന്ഡത്തിലെ നാം പരിചയപ്പെട്ട കഥാപാത്രങ്ങളിലുള്ള അതിൻ്റെ തത്വങ്ങളും എന്താണ് അതിൻ്റെ കഥാ പശ്ചാത്തലത്തിൽ നമ്മളോട് സംവദിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ രചയിതാക്കളായ മഹാഋഷിമാർ പുരാണ ഇതിഹാസങ്ങളിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് താത്വികമായി നമ്മൾ അവലോകനം ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി നമ്മൾ അയോധ്യാകാന്ഡത്തിൽ തന്നെ കണ്ടുമുട്ടിയ മറ്റൊരു കഥാപാത്രമാണ് ഋഷീശ്വരനായ ഭരദ്വാജൻ. സംസ്കൃതത്തിലെ ഭാരദ്വാജൻ അല്ലെങ്കിൽ ഭരദ്വാജൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ വളരെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വളരെ സമൃദ്ധിയുള്ള പദോൽപത്തിയും ഒന്നിലധികം അല്ലെങ്കിൽ അനേകം അർത്ഥതലങ്ങളുമുള്ള ഒരു വാക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കഥാപാത്ര സൃഷ്ടി തന്നെയാണ്. നമുക്കത് വിശകലനം ചെയ്തു നോക്കാം. പദോൽപത്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭരദ്വാജൻ എന്ന വാക്ക് ഈ പറയുന്ന പോലെ തന്നെ 2 വാക്കുകളുടെ സംയുക്തമാണ്, അല്ലെങ്കിൽ 2 വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഭരദ്വാജൻ, ഇവിടെ ഭരദ്വാജ് എന്ന് വിളിക്കുമ്പോൾ സമയത്ത് തന്നെ ഭര എന്നാൽ വഹിക്കുക അല്ലെങ്കിൽ ആധാരമാക്കുക എന്നാണ് അർത്ഥം. ദ്വാജ് എന്ന് പറഞ്ഞാൽ ദാനം അല്ലെങ്കിൽ അനുഗ്രഹം എന്നാണ്. ഇനി നിഘണ്ടു ശാസ്ത്രത്തിൽ നോക്കിയാൽ ഭരദ്വാജൻ എന്നത് വലിയ ആത്മീയ അറിവും ജ്ഞാനവുമുള്ള ഒരു ഋഷിയെയോ മുനിയെയോ അല്ലെങ്കിൽ ആത്മീയമായ വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ആലങ്കാരികമായ വശങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഭരദ്വാജ മുനി ജ്ഞാനം, ആത്മീയത, അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആദരണീയനായ ഋഷീശ്വരനാണ്. ശ്രീരാമൻ ഉൾപ്പെടെ വിവിധ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ആ വിവിധ കഥാപാത്രങ്ങളുടെ ഉപദേഷ്ടാവായും മാർഗനിർദ്ദേശാവായും ഒക്കെ അദ്ദേഹത്തെ പലപ്പോഴും വാൽമീകി രാമായണത്തിൽ നമുക്ക് കഥാപശ്ചാത്തലങ്ങളിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഭരദ്വാജൻ എന്ന മഹർഷിയുടെ അല്ലെങ്കിൽ ആ നാമധേയത്തിൻ്റെ ആലങ്കാരിക വശങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആത്മീയമായ മാർഗനിർദ്ദേശമാണെന്ന് പറഞ്ഞു.
അവിടെ ഭരദ്വാജന് ആത്മീയ മാർഗനിർദ്ദേശത്തെയും ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രമായി നമ്മൾ ഉൾക്കൊള്ളണം. ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കാനും ആത്മസാക്ഷാത്കാരം നേടാനും വ്യക്തികളെ സഹായിക്കുന്ന ആത്മീയമായ ഒരു മാർഗനിർദ്ദേശന ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലെ ഭരദ്വാജൻ. അത് ഈ പറയുന്ന പോലെ അറിവും പഠനവും ഒരു ഋഷി എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിൻ്റെയും സ്വയം സംസ്കരണത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം ഊന്നി പറയുന്ന അറിവിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ ഒരു പിന്തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഭരദ്വാജൻ എന്ന പദം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആലങ്കാരികമായ വശം, അല്ലെങ്കിൽ അലങ്കാര അല്ലെങ്കിൽ രൂപകങ്ങളായി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രതീകം ആയി എന്താണ് മനസ്സിലാക്കേണ്ടത്? അറിവും പഠനവുമാണ്. കാരണം അറിവിൻ്റെ സ്വയം സംസ്കരണം, അറിവിലൂടെയാണ് നമ്മൾ സ്വയം സംസ്കരണത്തിന് വിധേയമാവുക. അപ്പോൾ ആ സ്വയം സംസ്കരണത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്ന അറിവിൻ്റെയും പഠനത്തിൻ്റെയും ആ പിന്തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഭരദ്വാജ് പ്രതിനിധാനം അല്ലെങ്കിൽ പ്രതീകപ്പെടുത്തുന്നത്. ഇനി ഇതിൻ്റെ സൂക്ഷ്മതലാർത്ഥം നോക്കുന്ന സമയത്ത് നമ്മുടെ പുരാണങ്ങളിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഭരദ്വാജിൻ്റെ സൂക്ഷ്മവശങ്ങൾ വളരെ ആഴത്തിൽ പതിഞ്ഞതായി കാണാം. അതിലെന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ? ഇവിടെ അഗ്നിസാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത് ആ ഒരു വശം അതെന്താ? ആത്മീയമായ ഉണർവിൻ്റെയും പ്രബുദ്ധതയുടെയും പ്രതീകമായിട്ട് തന്നിലെ ദിവ്യമായ അഗ്നിയെ ഭരദ്വാജ് തിരിച്ചറിഞ്ഞതായിട്ടാണ് പറയപ്പെടുക. അപ്പോൾ നമ്മൾ ഏവരിലും ഈ ഭരദ്വാജൻ്റെ ക്വാളിറ്റി ഉണ്ട്. അതെങ്ങനെയാണ്? തൻ്റെ ഉള്ളിലെ ദിവ്യമായ അഗ്നിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രബുദ്ധത കൈവരിക്കുമ്പോഴാണത് നമ്മുടെ ഉള്ളിൽ ഉണരുക. ഇനി വേറെ ഒന്നാണ് അമൃതതത്വം. അതെന്താ? ആത്മീയ മോക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ വിമോചനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്ന അമൃതതത്വം, അല്ലെങ്കിൽ അമൃതത്വയുടെ അല്ലെങ്കിൽ എന്താ പറയുക, മരണമില്ലായ്മയുടെ ആ സത്ത അദ്ദേഹം നേടിയതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഭരദ്വാജൻ്റെ സൂക്ഷ്മതത്വം എന്താണ്? ആത്മീയമായ വിമോചനം, അതുപോലെ ആത്മസാക്ഷാത്കാരത്തെയും ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ തത്വത്തെയാണ് നമ്മൾ അമൃത തത്വം, അമർത്യതയുടെ സത്ത എന്ന് നമ്മൾ വിളിക്കും. ആ അമർത്യതയുടെ സത്ത അദ്ദേഹം നേടിയതായി പറയുന്നു. അല്ലെങ്കിൽ ഉള്ളിൽ ഭരദ്വാജ ചൈതന്യം ഉണർന്ന ഏതൊരു ദിവ്യാത്മാവിനും അല്ലെങ്കിൽ ആത്മചൈതന്യത്തിനും ഈ പറയുന്ന അമൃതതത്വം നേടുവാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മൂന്നാമത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മാവശമാണ് എന്ത്? വേദപരിജ്ഞാനം. കാരണം നമുക്കറിയാം ആത്മീയ ഉന്നതിയിൽ എപ്പോഴും നമ്മൾക്ക് എന്ത് വേണം? ആത്മീയ ദാർശനികമായ അറിവാണ്. ആ ദാർശനികമായ അറിവ് ഉൾക്കൊള്ളുന്ന വേദങ്ങളുമായി യഥാർത്ഥത്തിൽ ഈ ഭരദ്വാജ ചൈതന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ആത്മ ചൈതന്യമാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മാവാകുന്ന ശ്രീരാമൻ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോരുത്തരിലും ഉള്ളതാണ് ഈ ശ്രീരാമൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മളിൽ ഓരോരുത്തരും ഉള്ള ഈ ഒരു ശ്രീരാമന് ഈ പറയുന്ന ആത്മീയ ഉണർവിൻ്റെയും പ്രബുദ്ധതയും തന്നിലെ ദിവ്യമായ അഗ്നിയെയും തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ചൈതന്യമാണ് ഭരദ്വാജ അഗ്നി അല്ലെങ്കിൽ ഭരദ്വാജൻ. ഇനി അതേപോലെ തന്നെ ആ നമ്മളിൽ എല്ലാവരും ഉള്ള ആത്മചൈതന്യമായെന്ന ആ ശ്രീരാമ ചൈതന്യത്തിന് ആത്മവിമോചനത്തിൻ്റെ ആത്മീയ വിമോചനത്തിൻ്റെയും അതുപോലെ ആത്മസാക്ഷാത്കാരത്തെയും പ്രതിനിധീകരിക്കുന്ന അമൃതതത്വം അല്ലെങ്കിൽ അമർത്യതയുടെ സത്ത നേടുവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭരദ്വാജ ചൈതന്യം. ഇനി അതുമാത്രമല്ല, നമ്മുടെ എല്ലാ ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ അറിവ് അല്ലേ, വേദം, ശ്രുതികൾ, ഇതുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയമായ ദാർശനികവുമായ അറിവ് ഉൾക്കൊള്ളുന്ന ഒരു ചൈതന്യമാണ് യഥാർത്ഥം. ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ ആത്മീയമായ മാർഗത്തിൽ ചരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിയായ ത്വര, ഇതൊക്കെ നേടാനുള്ള ത്വരയുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഈ പറയുന്ന ഋഷി ചൈതന്യത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഇനി രാമായണത്തിലെ പ്രാധാന്യം നോക്കിയാലോ? ഭരദ്വാജൻ്റെ രാമായണത്തിലെ പ്രാധാന്യം എന്താ? രാമായണത്തിൽ ഒരു ഋഷിയും ഉപദേഷ്ടാവുമായി ഭരദ്വാജന് വളരെ നല്ലൊരു ശ്രേഷ്ഠമായ പങ്ക് നമ്മൾ കാണാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ശ്രദ്ധേയമായ വശങ്ങൾ എന്താണ്? രാമൻ്റെ കൂടിക്കാഴ്ച, വനവാസകാലത്ത് രാമനുമായുള്ള ഭരദ്വാജൻ്റെ കൂടിക്കാഴ്ചയാണ് രാമായണത്തിൽ കാണുന്നത്. നേരത്തെ ഗുഹനെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, ആദിത്യം, ആത്മീയ മാർഗനിർദ്ദേശം എന്നിവ. അതായത് ശ്രീരാമൻ എന്തിനു വേണ്ടിയിട്ടാണോ, പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അയോധ്യയിൽ നിന്ന് ആരണ്യത്തിലേക്ക് വന്നതെങ്കിൽ ആ പരിവർത്തനത്തിനുള്ള ആത്മീയമായ മാർഗനിർദ്ദേശവും അതിൻ്റെ ആദിത്യവും അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ഒക്കെ ശ്രീരാമന് വളരെയേറെ സഹായകമായിട്ടുണ്ട്.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ ഒരുപാട് അഭ്യാസങ്ങൾ, അതായത് ഭരദ്വാജൻ്റെ വിദ്യ അഭ്യസിപ്പിക്കുന്ന ആ ഒരു രീതികൾ, ആത്മീയത, ആത്മീയമായ അച്ചടക്കം, ഭക്തി, ഇവയുടെയൊക്കെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ രാമായണത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം ഭരദ്വാജൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ പുരാണങ്ങളിലും ഇതിഹാസത്തിലും രാമായണത്തിലും ഒക്കെ ആത്മീയവും ദർശനപരമായ, ദാർശനികവുമായ, അതുപോലെ തന്നെ സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഒരു സമ്പന്നമായ ഒരു അസ്തിത്വമായി നമ്മൾ കണക്കാക്കണം എന്നർത്ഥം. അതായത് വന്യമായ മനസ്സിൽ നിന്ന് നമ്മൾ സാംസ്കാരികമായ അവസ്ഥയിലേക്കുള്ള പരിണാമ പ്രക്രിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയമായ, ദാർശനികമായ, അതുപോലെ സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഈ എല്ലാ വിദ്യകളും അതിൻ്റെ ആത്മീയമായ അച്ചടക്കങ്ങളും ഒക്കെ, ഭക്തി എന്നിവയുടെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന അസ്തിത്വം. ഇനി വാൽമീകിയുടെ നിഗൂഢമായ, ഇനി അടുത്തത് ഭരദ്വാജനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾക്ക് അയോധ്യാകാണ്ഡത്തിൽ വാൽമീകിയെ കണ്ടുമുട്ടുന്നത് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ വാൽമീകിയെ കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്ക് വാൽമീകിയെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ വാൽമീകി എന്ന കഥാപാത്രത്തിന്, രത്നാകരന് വാൽമീകി എന്ന നാമകരണത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ പദോൽപത്തിയും ഈ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ആത്മീയ പ്രാധാന്യമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. വാൽമീകി എന്ന പേര് യഥാർത്ഥത്തിൽ പരിവർത്തനത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ഒക്കെ ശക്തമായ ഒരു കഥയുമായിട്ട് അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ രത്നാകരൻ്റെ കഥയും സപ്തഋഷിമാരും അല്ലേ? ആ സപ്തഋഷിമാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ സപ്തഋഷിമാർ, അതുപോലെ രത്നാകരൻ വാൽമീകിയായി മാറുന്നു. ഇതിനൊക്കെ കൃത്യമായി ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ തത്വം വാൽമീകി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് സുപ്രധാനവും സൂക്ഷ്മവുമായ അർത്ഥമാണ്. അപ്പോൾ അതെന്താണ് എന്ന് പരിശോധിക്കാം. ഇനി വാൽമീകി മഹർഷിയുടെ അക്ഷരാർത്ഥം നോക്കിയാൽ ഈ പറയുന്ന പോലെ വാൽമീകം എന്ന വാക്ക് ഒരു ഉറുമ്പിൻ്റെ പുറ്റ് അല്ലെങ്കിൽ കൂട്ടിനെയാണ് സൂചിപ്പിക്കുക. ഐതിഹ്യം അനുസരിച്ച് യഥാർത്ഥത്തിൽ രത്നാകരൻ എന്ന് വിളിക്കപ്പെടുന്ന വാൽമീകി ഈ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ് അല്ലേ, യാത്രക്കാരെയൊക്കെ ഇരയാക്കി ജീവിച്ചിരുന്ന ക്രൂരനായ കൊള്ളക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം സപ്തഋഷികളെ കണ്ടുമുട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് അവർ മാറ്റുന്നതും കഠിനമായ തപസ്സിലും ധ്യാനത്തിലൊക്കെ ഏർപ്പെട്ട അദ്ദേഹം തീവ്രമായ ആ ഭക്തിയുടെ സമയത്ത് അല്ലേ, അദ്ദേഹം അടങ്ങാതെ അചഞ്ചലമായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അല്ലെ ഒരു ഉറുമ്പിൻ്റെ കൂട്ടം വളർന്ന്, വാൽമീകം എന്ന് പറയും സംസ്കൃതത്തിൽ, അതിങ്ങനെ വളർന്ന് അദ്ദേഹത്തെ മൂടുകയും അല്ലെ ധ്യാനത്തിൽ അദ്ദേഹം ആഴത്തിൽ മുഴുകിയതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എന്താ പറയുക ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ അല്ലേ. കാരണം അല്ലെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഒരു മനുഷ്യൻ്റെ മേലെ ഉറുമ്പ് മൂടുമ്പോൾ എന്താണ് ആളുകൾക്ക് ഉറക്കം ഞെട്ടില്ലേ എന്ന്. കാരണം ഇതൊക്കെ ആലങ്കാരികമായ പ്രയോഗമാണ്. അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് ഉണർന്നു പോവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ? ഇതൊക്കെ നമ്മൾക്ക് ഈ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം നമ്മളോട് പറഞ്ഞതാണ്. അങ്ങനെ ആ ഉറുമ്പിൻ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന്, വാൽമീകത്തിൽ നിന്ന് പുറത്ത് വന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വാൽമീകി എന്നറിയപ്പെടുന്നു അല്ലേ. ഇത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ആ പുറത്ത് വരുന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ, അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അദ്ദേഹത്തിൻ്റെ പുനർജന്മത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കഥയാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യാത്മാവിൻ്റെ പുനർജന്മത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കഥയെ സൂചിപ്പിക്കുന്നതാണ് വാൽമീകി എന്ന പേര് പോലും. ഇനി അതിൻ്റെ സൂക്ഷ്മമായ വശം എന്താണ്? രത്നാകരൻ വാൽമീകിയായി മാറുന്നത് ശക്തമായ, അല്ലെങ്കിൽ ആ മാറ്റം നമ്മൾക്ക് ശക്തമായ ഒരു സന്ദേശം തരുന്നുണ്ട്. എന്താണത്? അത് യഥാർത്ഥത്തിൽ ആന്തരികമായ നമ്മുടെ ഈ ആത്മീയ യാത്രയുണ്ടല്ലോ, മോചനത്തിലേക്കുള്ള ആ യാത്രയുടെ പരിണാമത്തിൻ്റെ പ്രതീകമാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഉറുമ്പ്. അതുപോലെ തന്നെ പുനർജന്മമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉയർച്ച, അതുപോലെ ഭക്തിയുടെയും തപസ്സിൻ്റെയും ശക്തി, അതുപോലെ ആദ്യ കവി അല്ലെങ്കിൽ ആദി കവിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഈ നിഗൂഢമായ അല്ലെങ്കിൽ സൂക്ഷ്മതയിലുള്ള അർത്ഥം? നമുക്ക് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ കാലക്രമേണ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി അടിഞ്ഞുകൂടുന്ന അജ്ഞതയുണ്ട്, അഹംഭാവമുണ്ട്, ലൗകികമായ ബന്ധനങ്ങളുണ്ട്. എന്നിവയുടെ പാളികളെയാണ് യഥാർത്ഥത്തിൽ ഉറുമ്പ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു ഭൗതിക ഉറുമ്പ് പതുക്കെ പതുക്കെ അതിൻ്റെ കാര്യങ്ങൾ കൂട്ടിവെക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് പല 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 കാര്യങ്ങളും ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത്. എങ്ങനെയാണോ ഉറുമ്പ് തൻ്റെ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നത് അതുപോലെ. അപ്പം നമ്മുടെ ആന്തരികമായ തടസ്സങ്ങളും ഇങ്ങനെ വളർന്നു വന്ന് അടിഞ്ഞുകൂടി അത് ദൃഢമാകും.
വാൽമീകി ഉറുമ്പാൽ മൂടപ്പെട്ടു എന്നുള്ളത് ആഴത്തിലുള്ള ആന്തരികമായ യാത്രയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ പറയുന്ന വാൽമീകം കൊണ്ട് മൂടപ്പെട്ട പറഞ്ഞ എന്താണ്, നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മൂടപ്പെട്ടു. ഏതൊക്കെ? ലൗകികമായ ബന്ധനങ്ങൾ, അജ്ഞത, അഹംഭാവം, അല്ലേ? ഇതാൽ ഞാൻ മൂടപ്പെട്ടു. ആ മൂടപ്പെട്ടതിൽ നിന്ന് ആഴത്തിലുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കേന്ദ്രീകൃതമായ ധ്യാനത്തിലൂടെയും ആത്മീയമായ പരിശീലനത്തിലൂടെയും ഈ പാളികളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന എൻ്റെ റിവൈവിങ് പ്രോസസ്സാണ്, റിവൈവൽ പ്രോസസ്സാണ്. ഇനി പുനർജന്മമായി ഉയർച്ച എന്ന് പറയാനുള്ള കാരണം, ഉറുമ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ആത്മീയമായ പുനർജന്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ പറയുന്ന മനുഷ്യൻ്റെ മനസ്സിൽ താൻ അറിയാതെ ഉറുമ്പിനെ പോലെ അടിഞ്ഞുകൂടിയ എല്ലാ വാസനകളിൽ നിന്നും താൻ പുറത്തേക്ക് വരിക. അതൊരു പുനർജന്മമാണ്. പഴയതും അശുദ്ധവുമായ സ്വത്വത്തിൻ്റെ ഉന്മൂലനം, പ്രബുദ്ധമായ ഒരു ബോധത്തിൻ്റെ ഉദയം, ഇത് പരിമിതികളെ മറികടക്കുന്നതിൻ്റെയും ഉയർന്ന ജ്ഞാനം നേടുന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വാൽമീകിയുടെ കഥയും നമ്മൾ സാധാരണ രാമായണമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കെട്ടുകഥ, ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ആളനങ്ങാണ്ടിരുന്നാൽ ഉറുമ്പിൻ കൂടൊക്കെ വന്ന് മൂടുകയാണോ, എന്താണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ? വെറുതെ കെട്ടുകഥകൾ, ഇതുപോലെ പുരാണ കഥകളൊക്കെ അടിച്ച് ഏതോ കാലത്ത് എഴുതി വിട്ട് അതും തൂക്കിപ്പിടിച്ച് രാമായണത്തെ കാലം 30 ദിവസം ഇതിങ്ങനെ ഉമ്മറത്തിരുന്ന് ചൊല്ലിയിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ആധുനിക തലമുറ ചോദിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ തത്വാർത്ഥം അവരെ ധരിപ്പിച്ചിട്ടില്ല. ഇതുവരെയും നമ്മൾ ഇതിൻ്റെ തത്വാർത്ഥത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കിയിട്ടില്ല. അപ്പോൾ ഉറുമ്പിൽ നിന്ന് പുറത്തു വരുന്നതാണ്, അല്ലെങ്കിൽ ആ വാൽമീകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് പുനർജന്മം. ഇനി ഇതിൽ തന്നെ വീണ്ടും ഒരു തത്വം ഒളിഞ്ഞു കിടക്കുന്നത്, രഹസ്യാത്മകത എന്താണ്? ഭക്തിയുടെയും തപസ്സിൻ്റെയും ശക്തി. രാമനാമം ജപിക്കാനുള്ള വാൽമീകിയുടെ ആ ഒരു സമർപ്പണം, തുടക്കത്തിൽ അദ്ദേഹത്തിന് രാമനാമം ജപിക്കാൻ പോലും അറിയില്ലായിരുന്നു. അങ്ങനെ രാമ 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 അങ്ങനെയാണ് ആവുന്നത്, അല്ലേ? അങ്ങനെ തെറ്റായി ഉച്ചരിക്കപ്പെടുമ്പോൾ പോലും ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിൽ ആത്മാർത്ഥമായ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ അതിൽ ശക്തി ഉണ്ടാകും എന്ന് എടുത്തു കാണിക്കുന്നതാണ് ഈ സന്ദർഭങ്ങളൊക്കെ. ഒരാളുടെ ഭൂതകാലം പരിഗണിക്കാതെ തന്നെ യഥാർത്ഥ പരിവർത്തനം സാധ്യമാണ് എന്നാണ് വാൽമീകിയുടെ കഥ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെയും എൻ്റെയും പൂർവ്വകാലം, ദ പാസ്റ്റ് വാട്ട് എവർ ഇറ്റ് ഹാസ് ഹാപ്പൺഡ്, അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഭാരതീയ ദർശനമല്ല. കഴിഞ്ഞ കാലം, ഇന്നലകളിൽ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, സ്വാഭാവികമാണ്, മനുഷ്യനാണ്, തെറ്റുപറ്റും, അജ്ഞതയുണ്ടാവും, അന്ധതയുണ്ടാവും, അല്ലേ? തിമിരം ബാധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ജ്ഞാനചക്ഷുക്കൾക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും അത് എനിക്ക് പരിവർത്തനത്തിനുള്ള തടസ്സമല്ല, അല്ലെങ്കിൽ എക്കാലം ആജീവനാന്തകാലം എനിക്ക് അതിൽ നിന്ന് മോചനമില്ല എന്ന് പറയുന്നതല്ല ഹൈന്ദവ ദർശനം അല്ലെങ്കിൽ സനാതന ദർശനം. അവിടെയാണ് ഈ ഇതിഹാസങ്ങളുടെയൊക്കെ പ്രാധാന്യം. ഇന്നലെ കഴിഞ്ഞുപോയ ഒരു തെറ്റിനെ കുറിച്ച് ആലോചിച്ച് പരിതപിച്ച് ജീവിതം അതിലേക്ക് കൂപ്പുകുത്തിക്കേണ്ടതല്ല എന്നും, ഒരു വാൽമീകിയെ പോലെ, ഒരു രത്നാകരനെ പോലെ വാൽമീകത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മൾക്കുള്ളത്. യഥാർത്ഥ പരിവർത്തനം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, അദ്ദേഹം ആദ്യ കവിയായി, അല്ലേ? സംസ്കൃത സാഹിത്യത്തിലെ ആദ്യ ഇതിഹാസ കാവ്യമാണ് യഥാർത്ഥത്തിൽ രാമായണം. അത് രചിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുമായി ഇതിഹാസം കൂടുതൽ അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. കാരണം യഥാർത്ഥ സർഗാത്മകത, കലാപരമായ ആവിഷ്കാരം, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇത് രൂപാന്തരപ്പെട്ടത്. ഒരു അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആഴത്തിലുള്ള ആത്മീയ തിരിച്ചറിവിൻ്റെയും വിശുദ്ധിയുടെയും അവസ്ഥയിൽ നിന്നാണ് ഇത് ഉദ്ഭവിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ചത്. കാരണം രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്ന പോലെ, ഇന്ന് നമ്മൾ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇന്ത്യൻ മാപ്പ് എടുത്താലോ അല്ലെങ്കിൽ പ്രദേശങ്ങൾ സന്ദർശിച്ചാലോ ആ കഥയിലുള്ള കഥാതന്തുക്കൾ ഇന്നും ജീവിക്കുന്നതായിട്ട് കാണും. പ്രദേശങ്ങളുടെ രൂപത്തിൽ, ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ രൂപത്തിലൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പോകും, ദിസ് ഈസ് ആക്ച്വലി റിയൽ സ്റ്റോറി അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ്? ഇതിഹാസമാണ്, അത് ചരിത്രമാണ്. ചരിത്രം പറയുന്ന സമയത്ത് എപ്പോഴും ഈ പറയുന്ന പോലെ കഥാകാരൻ്റെ ഭാവനകൾക്കനുസരിച്ചിട്ട് അത് മാറ്റം വരും. ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. പിന്നെ പിൽക്കാലത്ത് വരുന്ന ആളുകൾ, കാരണം രാമായണം തന്നെ 300-ലധികം വേർഷൻസ് ഉണ്ട് എന്നാണ് പറയുക. ഇതിലൊക്കെ ഇപ്പോൾ ഇന്നാള് ഞാൻ ഈ പറയുന്ന പോലെ രാമായണം വായിക്കുന്ന സമയത്താണ് മനസ്സിലാക്കിയത്, നമുക്കിനിയിപ്പം ആരണ്യകാണ്ഡത്തിൽ വരുന്ന ഒരു അസുരൻ്റെ കഥയുണ്ട്, വിരാധൻ. ആ വിരാധൻ്റെ കഥ നോക്കുന്ന സമയത്ത് ഭാരതത്തിൽ വിരാധനെ ഒരു അസുരനായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും
തായ്ലൻഡിൽ തായ് കൾച്ചറിൽ അദ്ദേഹം അസുരനാണെങ്കിൽ പോലും ദിവ്യ കഴിവുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ്, ഒരു ദേവതയായിട്ടാണ് അവിടെ ഈ പറയുന്ന പോലെ ആരാധന. അതും രാമായണത്തിൻ്റെ വേർഷൻ തന്നെയാണ്, സെയിം കഥാപാത്രം, സെയിം പേര്. അപ്പം എങ്ങനെയാണ് ഇത് ഈ പറയുന്ന പോലെ അത് ആവിഷ്കരിക്കുന്ന ആളുകളുടെ ഈ പറയുന്ന ഭാവനകൾക്ക് അനുസരിച്ചിട്ടാണ് ചിലത് മാറി മറിയണത്. ഇനി ഈ പറയുന്ന കാവ്യാത്മകതയിൽ നോക്കുമ്പോഴും വാൽമീകി എന്നുള്ളത് പ്രപഞ്ചതത്വങ്ങൾ, അതായത് ഈ പറയുന്ന സപ്തഋഷികളെ നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം സപ്തഋഷികളുമായിട്ടാണ് യഥാർത്ഥത്തിൽ വാൽമീകിയുടെ ഉദയം, അല്ലേ? അവിടെ തന്നെ സപ്തഋഷികളുമായിട്ട് നമ്മൾ ഒരുപാട് അർത്ഥം നോക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? അത് യഥാർത്ഥത്തിൽ പ്രപഞ്ച തത്വങ്ങളാണ്. കാരണം എന്താ? സപ്തഋഷികൾ പലപ്പോഴും 7 ചക്രങ്ങൾ, 7 വർണ്ണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സംഗീതത്തിൻ്റെ 7 സ്വരങ്ങൾ എന്നിങ്ങനെയുള്ള പ്രപഞ്ച തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ആ 7 എന്നുള്ള സംഖ്യ നോക്കിയാൽ നിങ്ങൾക്കറിയാം. പ്രകാശതത്വം അത് 7 അല്ലേ? വിബ്ജിയോർ സ്പെക്ട്രമാണ് മനുഷ്യന് അനുഭവിക്കാനുള്ള കളർ സ്പെക്ട്രം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ശരീരത്തിലെ യോഗദർശന ഹഠയോഗ പ്രദീപിക പോലെയുള്ള ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ഹഠയോഗ ശാസ്ത്രപ്രകാരമൊക്കെ 7 സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രധാന ചക്രങ്ങൾ 7 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 112, 122, 118, 114 എന്നൊക്കെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനം 7 എന്നാണ്. സംഗീത സ്വരങ്ങൾ എടുത്താൽ സപ്തസ്വരങ്ങളാണ്. അങ്ങനെ പ്രപഞ്ച തത്വങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഐക്യം കാണാം ഈ പറയുന്ന എണ്ണങ്ങളിൽ. അപ്പോൾ അവ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തെയും ഈ ഇക്വിലിബ്രിയ അവസ്ഥ, സന്തുലിതാവസ്ഥയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. സപ്തഋഷികൾ ആക്ച്വലി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആത്മീയ പ്രബുദ്ധതയുടെയും മൂർത്തിഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണ് ആ ചൈതന്യത്തിന് രത്നാകരനിൽ ചേഞ്ച് ഉണ്ടാക്കാനും അദ്ദേഹത്തെ വാൽമീകി ആക്കി മാറ്റാനും സാധിച്ചത്. അതായത് ഈ പറയുന്ന അറിവ് തേടുന്ന ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജ്ഞാനം കൈമാറുന്നതിനെയൊക്കെ സഹായിക്കുന്ന ചൈതന്യങ്ങളാണ് ഈ സപ്തഋഷികൾ. അതുകൊണ്ട് തന്നെ ആന്തരികമായ മാർഗനിർദ്ദേശം, ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആന്തരികമായ മാർഗനിർദ്ദേശത്തിൻ്റെ പ്രതീകമായി സപ്തഋഷികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളെ നയിക്കുന്ന അവബോധം, നമ്മൾ ഈ പറയുന്ന മനസ്സിൻ്റെ തലത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും നയിക്കുന്നത് അവബോധമാണ്, നമ്മുടെ കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ അറിവ്, നോളജ് ആണ്, അല്ലേ? ഇന്നർ നോളജ്. അതായത് നമ്മൾ നോളജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബോധാവസ്ഥ എന്ന് പറയുമ്പം ഇന്ദ്രിയപരമായി നമ്മൾക്ക് ലഭിച്ച ജ്ഞാനമുണ്ട്. ഓക്കെ, അത് ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന ജ്ഞാനമാണ്. പിന്നെ നമുക്ക് ഈശ്വരീയമായ ഒരു ജ്ഞാനം നമ്മുടെ ആന്തരികമായ അറിവായി ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ പറയാറില്ലേ, കഥകളൊക്കെ പറയുമ്പം രസകരമായി കഥ പറയുന്ന സമയത്ത് നമ്മൾ പറയും, അല്ലേ? ഒരിക്കലും നീന്താൻ അറിയാത്ത ആള് ചിലപ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് വീണാൽ അയാൾ ജീവരക്ഷാർത്ഥം അയാൾ നീന്തുന്നത് കാണാം. ഒരാളെ പട്ടി ഓടിക്കുന്ന സമയത്ത് തെങ്ങിൽ കയറാൻ അറിയാത്ത ആൾ ആ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തെങ്ങിൽ കയറുന്നത് കാണാം. ഇതൊക്കെയാണ് ശരിക്കും ആന്തരികമായ നമ്മളിൽ അന്തർലീനമായ അറിവ്. അത് നമുക്ക് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ അറിവൊക്കെ, ഇതിൻ്റെയൊക്കെ സാക്ഷാത്കാരം, പ്രബുദ്ധത എന്നിവ തേടുന്ന വ്യക്തികൾക്ക് അതിൻ്റെ പാത തെളിയിച്ച് നൽകുന്ന വഴികാട്ടികളാണ് യഥാർത്ഥത്തിൽ സപ്തഋഷികൾ. അതുകൊണ്ട് തന്നെയാണ് രത്നാകരൻ്റെ ഉള്ളിൽ ഇത്രയും കഴിവുണ്ടായിട്ടും അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വെളിച്ചം കൊളുത്തിയ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ സപ്ത ഋഷികൾ, അയാൾക്കുള്ള ആന്തരികമായ മാർഗനിർദ്ദേശം കൊടുത്ത ആളുകൾ. ഇപ്പോൾ വാൽമീകി എന്ന ഒരു ആളുടെ സൃഷ്ടി ആ വാൽമീകിയുടെ മാത്രം ഉള്ളിൽ നിന്ന് വന്നതല്ല, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായത്. ഇനിയാണ് നമ്മൾക്ക് ആത്മീയമായ പരിണാമം. അതായത് സപ്തഋഷിമാർ ആത്മീയ പരിണാമത്തിൻ്റെ ആശ്രയം ഉൾക്കൊള്ളുന്നവരാണ്. അവിടെ വ്യക്തികൾ ജ്ഞാനം, അറിവ്, ആത്മസാക്ഷാത്കാരം എന്നിവയാൽ നയിക്കപ്പെടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം, ജ്ഞാനം, അറിവ് എന്നിവയാൽ നയിക്കപ്പെടുന്ന നിങ്ങളും ഞാനും, ഓരോ സപ്തഋഷിയും ജ്ഞാനം, ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, അതുപോലെ ആത്മീയ വളർച്ച എന്നുള്ള സ്വത്വത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ സപ്തഋഷിമാർ പ്രതിനിധാനം ചെയ്യുന്നത്. ഒരുമിച്ച് സന്തുലിതവും പ്രബുദ്ധവുമായ ഒരു വ്യക്തിയിലേക്ക് നയിക്കുന്ന വിവിധ ഗുണങ്ങളുടെയും സവിശേഷതകളുടെയും സംയോജനത്തെയാണ് യഥാർത്ഥത്തിൽ അവർ പ്രതീകവൽക്കുക. അതായത് വാൽമീകിയിലുണ്ടായ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന് അറിയാതിരുന്ന സമയത്ത് ആ വ്യക്തിയിൽ, അതായത് ആ വ്യക്തിയെ പ്രബുദ്ധതയിലേക്ക് നയിക്കുവാൻ ആ വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന വിവിധ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ചേർത്ത് വയ്ക്കുന്ന പ്രവൃത്തിയാണ് ഈ സപ്തഋഷി മണ്ഡലം ചെയ്യുക.
അത് പ്രപഞ്ചത്തിൽ നക്ഷത്രമണ്ഡലങ്ങളാൽ നമ്മളെ സ്വാധീനിക്കും എന്ന് പറയും. ഭൗതിക തലത്തിൽ തത്വങ്ങളിലൂടെ അവരെ നമ്മളെ സമീപിക്കുന്നൊക്കെ പറയും. സൂക്ഷ്മതലത്തിൽ മാനസികമായ പരിവർത്തനങ്ങൾ നമ്മുടെ അന്ധകരണത്തിലൊക്കെ ഉള്ള ചൈതന്യ ശക്തികളായിട്ട് അവർ നമ്മളെ ഇങ്ങനെ ഈ 3 തലത്തിൽ നമ്മളെ അവർ സ്വാധീനിക്കും. അങ്ങനെയാണ് ഒരു വ്യക്തി പ്രബുദ്ധതയിലേക്ക് നീങ്ങുന്നത്. കാരണം വാൽമീകി എന്ന് പറഞ്ഞാൽ തന്നെ വെറും ഒരു വ്യക്തിഗത അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം കൊടുത്ത പേരല്ല. അത് ആത്മീയമായ അച്ചടക്കത്തിൻ്റെയും പരിവർത്തന ശക്തിയുടെയും നിഗൂഢമായ ഒരു പ്രതിനിധാനമാണ്. ഇത് അജ്ഞതയുടെയും ലൗകികമായ ബന്ധനത്തിൻ്റെയും അവസ്ഥയിൽ നിന്ന് പ്രബുദ്ധതയിലേക്കും ആഴത്തിലുള്ള ജ്ഞാനത്തിൻ്റെയും അതുപോലെ സൃഷ്ടിപരമായ സർഗാത്മകതയുടെയും ആ ഒരു സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ ആ പ്രബുദ്ധതയിലേക്കുള്ള ഒരു യാത്രയെ പ്രതീകപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ വാൽമീകി മഹർഷിയുടെ കഥ. നമ്മൾ അതിനെ ഒരു കഥയായിട്ട് ഈ പറയുന്ന പോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് കഥ ആയി മാത്രമാണ് നമ്മളത് കേൾക്കാറുള്ളതെങ്കിൽ പോലും ഋഷീശ്വരന്മാർ, പ്രത്യേകിച്ച് വാൽമീകി, നമ്മളോട് പറയാൻ ഉദ്ദേശിച്ച തത്വമാണ്. വലിയ ജീവിത പ്രാധാന്യമുള്ള ആധുനിക കാലഘട്ടത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ ജീവിതമൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് തത്വങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ വാൽമീകി പറയാൻ ശ്രമിച്ചത്. വാൽമീകി എന്ന ആ മഹർഷിയെ കണ്ടുമുട്ടുന്ന കഥാസന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ ആത്മീയമായ ഉന്നതിയിലേക്കുള്ള വഴികാട്ടികളാണ്, അല്ലെങ്കിൽ ചൂണ്ടുപലകകളാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കഥാപാത്രങ്ങളുടെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ തത്വം എന്താണ്, അതിൻ്റെ ദാർശനികപരമായ സൂക്ഷ്മാർത്ഥം എന്താണ്, ഇതൊക്കെ ഗ്രഹിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ രാമായണത്തെ സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വലിയൊരു മാറ്റം, ഒരു സമഗ്രമായ മാറ്റത്തിന് അത് തിരികൊളുത്തും. അല്ലാതെ വെറും ത്രേതായുഗത്തിൽ നടന്ന ഒരു ഇക്ഷ്വാകു വംശത്തിൽ നടന്ന ഒരു കഥ മാത്രമായി, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ കഥ മാത്രമാണ് രാമായണം എന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണമാണോ കിട്ടേണ്ടത് അതാണ് നമ്മൾ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് ഈ ഒരു വീക്ഷണത്തോടു കൂടി നമ്മളെല്ലാവരും രാമായണത്തെ സമീപിക്കണം. അതിൻ്റെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സീരീസ് നമ്മൾ ചെയ്യുന്നത് പോലും. പിന്നീട് നമ്മൾ വാൽമീകിയെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന സംസ്കൃത വാക്യങ്ങളുടെ ശാസ്ത്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആലങ്കാരികതകളിലേക്ക്, സൂക്ഷ്മതത്വങ്ങളിലേക്കൊക്കെ ആഴ്ന്നിറങ്ങി, നിഘണ്ടു ശാസ്ത്രത്തിലൂടെയൊക്കെ ആഴ്ന്നിറങ്ങി രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ പദങ്ങളുടെയൊക്കെ ആന്തരികവും അതുപോലെ തന്നെ സൂക്ഷ്മമായ വശങ്ങളൊക്കെ പര്യവേക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീരാമൻ എന്ന കഥാപാത്രത്തെ തന്നെ എടുത്താൽ രാമൻ എന്ന വാക്ക് രാമം എന്ന സംസ്കൃത ധാതുവിൽ, രം എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. സന്തോഷിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക എന്ന രാമൻ്റെ പേരിനെ സന്തോഷിക്കുന്നവൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആനന്ദം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇനി അതിൻ്റെ അലങ്കാരമായ വസ്തുത അല്ലെങ്കിൽ അതിൻ്റെ വശം എന്താണ്? രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീരാമൻ്റെ കഥാപാത്രത്തെ ധർമ്മത്തിൻ്റെയും നീതിയുടെയും ആദർശ മനുഷ്യൻ്റെയും മൂർത്തിഭാവത്തിൻ്റെ ഒരു രൂപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു പ്രതീകമായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രകൃതത്തിന്, മാനവരാശിയുടെ, മാനവകുലത്തിൻ്റെ ഒരു സാമൂഹിക ക്രമത്തിന് തന്നെ ഒരു മാതൃകയായി വർത്തിക്കുന്നതാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സദ്ഗുണപൂർണമായ ജീവിതം നയിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെയും ആനന്ദത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് രാമൻ എന്ന വാക്ക് തന്നെ. ഇതിൻ്റെ സൂക്ഷ്മമായ ഒരു വീക്ഷണകോണിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രീരാമനെ ദിവ്യമായ ബോധത്തിൻ്റെ, ഈശ്വരീയമായ ബോധത്തിൻ്റെയോ ഉയർന്ന സത്വത്തിൻ്റെയോ അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ് അല്ലെങ്കിൽ സുപ്രീം കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അവബോധം, അത്രയും ശുദ്ധബോധം എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, അതിൻ്റെ പ്രതീകമായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈശ്വരനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും രക്ഷകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കും വ്യക്തിഗത സ്വത്വത്തിന്, അതായത് ജീവാത്മാവിൻ്റെ അവസ്ഥയിൽ നിന്ന് നോക്കിയാൽ ആ വ്യക്തിഗത സ്വത്വത്തിനും അതുപോലെ തന്നെ പ്രപഞ്ച സ്വത്വത്തിനും കോസ്മിക് ഇൻ്റലിജൻസിനും ഇടയിലുള്ള ഒരു ഐക്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് വ്യക്തിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഇൻ്റലിജൻസ് തമ്മിൽ അല്ലെങ്കിൽ ബോധം, കോൺഷ്യസ് തമ്മിലുള്ള ഒരു ബ്രിഡ്ജിങ് ഗ്യാപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ആത്മീയ അവബോധം വളർത്തിയെടുക്കേണ്ടതിൻ്റെയും
ഈശ്വരീയമായ പദ്ധതിക്ക് അനുസൃതമായി ജീവിക്കേണ്ടതിൻ്റെയും, അതായത് പ്രകൃതിയുടെ ഋതത്തിനനുസരിച്ച്, താളത്തിനനുസരിച്ച്, അതാണ് ധർമ്മം. ധർമ്മം യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ഇവിടെ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുക എന്നുള്ളതാണ്. ആ താളക്രമത്തിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ധർമ്മം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ താളക്രമത്തിന് അനുസൃതമായി ജീവിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെയാണ് യഥാർത്ഥത്തിൽ രാമൻ്റെ സ്വഭാവം തന്നെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഇനി ലക്ഷ്മണനെ എടുത്തു നോക്കിയാൽ നമ്മൾക്ക് കാണുന്ന ഒരു കാര്യം എന്താ? ലക്ഷ്മണ എന്ന വാക്കിൻ്റെ അടയാളം തന്നെ ലക്ഷണം, അടയാളം. അപ്പോൾ അതെന്താണ്? ലക്ഷ്മ എന്ന സംസ്കൃതം അല്ലേ, ലംക്ഷം എന്നൊക്കെ നമ്മൾ ലക്ഷ്മി ഒക്കെ ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പം ഈ സംസ്കൃത പദങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കൈവശം വെക്കുക എന്ന ഒരു പ്രത്യയമായ ണ എന്നിവയിൽ നിന്നാണ് ശരിക്കും ഈ പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. ലക്ഷ്മണൻ്റെ പേരിൻ്റെ, അതായത് ലക്ഷ്മിയുടെ അടയാളമുള്ളവൻ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ലക്ഷ്മണൻ എന്ന പദത്തെ വ്യാഖ്യാനിക്കാം. ഇനി ഇതിൻ്റെ അലങ്കാരവശത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലക്ഷ്മണൻ്റെ കഥാപാത്രത്തെ വിശ്വസ്ത ഭക്തി സമർപ്പണം അല്ലെങ്കിൽ വിശ്വസ്തത, അതുപോലെ തന്നെ വളരെ അചഞ്ചലമായ ഭക്തി, അതുപോലെ തന്നെ സമർപ്പണം എന്നിവയുടെ ഒരു രൂപകമായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ശ്രീരാമനോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തി, പ്രതിബദ്ധത, ശക്തമായ ബന്ധങ്ങൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടതിൻ്റെയും നമ്മൾ ശ്രദ്ധിക്കുന്നവരുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ എക്കാലവും ഏത് പരിതസ്ഥിതിയിലും അവരോട് കൂടെ ചേർന്ന് നിൽക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പ്രതീകമാണ്. നിഗൂഢമായ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ലക്ഷ്മണനെ യഥാർത്ഥത്തിൽ വൈകാരികമായ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ അനാഹത കേന്ദ്രത്തിൻ്റെയോ പ്രതീകമായി വേണമെങ്കിൽ നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതായത് ഹൃദയ കേന്ദ്രത്തിൻ്റെ പ്രതീകമോ അല്ലെങ്കിൽ വൈകാരിക ശരീരത്തിൻ്റെ, ഇമോഷണൽ ബോഡിയുടെ ഒരു പ്രതീകമായിട്ട് കാണാൻ സാധിക്കും. കാരണം ശ്രീരാമനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സ്വത്വത്തിൻ്റെ വൈകാരികവും ആത്മീയവുമായ വശങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയാണ്. അതായത് ശ്രീരാമൻ അതിൻ്റെ ആത്മീയ വശമാണെങ്കിൽ ലക്ഷ്മണൻ അതിൻ്റെ ഇമോഷണൽ സൈഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു അസ്തിത്വം അങ്ങനെയാണ്. കാരണം എന്താ? അതിന് ഒരു ജഡത്വമുണ്ടാവും, ഒരു ശരീരമുണ്ടാവും, ഒരു ചൈതന്യം കൊണ്ട് അല്ലെങ്കിൽ പ്രാണൻ ചലിപ്പിക്കുന്ന ഒരു ശരീരം, പഞ്ചഭൂതാത്മകമായ ശരീരം. ആ പ്രാണൻ്റെ സഹായത്തോടു കൂടി അതിൽ വസിക്കുന്ന ആത്മചൈതന്യം. പക്ഷേ ഈ സ്വത്വം പൂർണ്ണമാകുന്നത് അതിലുള്ള വൈകാരിക ശരീരം കൂടെ ചേരുന്ന സമയത്താണ്. അങ്ങനെ ആത്മീയ വശവും വൈകാരിക വശവുമാണ് ഇത് രണ്ടും തമ്മിലുള്ള ഐക്യം. ദ ഇമോഷണൽ ബോഡിയും ഈ പറയുന്ന പോലെ ദ കോസ്മിക് ബോഡിയും തമ്മിലുള്ള ഒരു ഐക്യത്തെയാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. കാരണം വൈകാരികമായ ഇമോഷണൽ എന്താ പറയുക, നമ്മൾ കോഷ്യൻ്റ് അല്ലെ, ഇമോഷണൽ കോഷ്യൻ്റ് വളർത്തിയെടുക്കേണ്ടതിൻ്റെയും ശക്തമായ വിശ്വസ്തതയും ഭക്തിയും വളർത്തിയെടുക്കേണ്ടതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ്റെ കഥാപാത്രം രാമായണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെയാണ് ദശരഥൻ്റെ മറ്റു പുത്രന്മാരായ അല്ലെങ്കിൽ ഭരതൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭരത എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഭരതൻ എന്ന സംസ്കൃത മൂലമായ ഭൃ എന്ന ധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതിനർത്ഥം തന്നെ വഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, പിന്തുണയ്ക്കുക എന്നതാണ്. ഭരതൻ്റെ പേരിനെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നവൻ അല്ലെങ്കിൽ ഭാരം വഹിക്കുന്നവൻ എന്നൊക്കെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം വഹിക്കുന്നവൻ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇവിടെയും അതിൻ്റെ ആലങ്കാരികമായ വസ്തുത എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഭരതൻ്റെ കഥാപാത്രത്തെ തൻ്റെ പ്രതിബദ്ധതകൾ അല്ലെങ്കിൽ കടമകൾ, ഉത്തരവാദിത്തം, അതുപോലെ തന്നെ നേതൃത്വം എന്നിവയുടെയൊക്കെ ഒരു പ്രതീകം, ഒരു രൂപകമായിട്ട്, ഒരു പ്രതിനിധിയായി കാണാൻ സാധിക്കും. ഒരു രാജാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക്, കുടുംബത്തെയും രാജ്യത്തെയും പിന്തുണയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെയും കടമകൾ നിറവേറ്റുന്നതിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ് ഭരതൻ എന്ന കഥാപാത്രം. ഇനി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ വീക്ഷണകോണിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഭരതനെ അഹങ്കാരത്തിൻ്റെയോ വ്യക്തിഗത സ്വത്വത്തിൻ്റെയോ പ്രതീകമായി കാണാൻ സാധിക്കും. അതായത് സ്വന്തം ആഗ്രഹങ്ങളോടും വികാരങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ മനുഷ്യ പ്രകൃതിയുടെ സങ്കീർണതകളെ മറികടക്കുന്നതിലുള്ള വെല്ലുവിളികളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതായത് ഈ പറയുന്ന നമ്മുടെയൊക്കെ ഉള്ളിൽ സൂക്ഷ്മതലത്തിൽ, നമ്മുടെയൊക്കെ മാനസികമായ മണ്ഡലത്തിൽ നമ്മൾക്ക് മനുഷ്യപ്രകൃതിയുടെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് പേരി നടക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. അപ്പോൾ അവിടെ സ്വന്തം ആഗ്രഹങ്ങളോടും വികാരങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ,
അത് ഈ സങ്കീർണതകളെ മറികടക്കുന്ന വെല്ലുവിളികളായിട്ടാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാലഞ്ചിങ് ഫോഴ്സ് ആയിട്ടാണ്. കാരണം നമ്മുടെ എങ്ങനെ നമ്മൾക്കുണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾസിനൊക്കെ ചാലഞ്ച് ചെയ്ത് അത് മറികടന്ന് പോകുന്ന, ഓവർകം ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ അഹംബോധത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ വ്യക്തിഗത സ്വത്വത്തിൻ്റെ ഒക്കെ പ്രതിനിധിയാണ് ഭരതൻ. സ്വന്തം അവബോധം വളർത്തിയെടുക്കേണ്ടതിൻ്റെയും ശക്തമായ ഉത്തരവാദിത്ത ബോധം, നേതൃത്വബോധം വളർത്തിയെടുക്കേണ്ടതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഭരതൻ്റെ കഥാപാത്രം. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു മനുഷ്യനും വീണുപോകുമായിരുന്ന ആ രാജപദവി കിട്ടിയ സമയത്തും അദ്ദേഹം അത് വലിച്ചെറിഞ്ഞ് തൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഉത്തരവാദിത്തത്തിലേക്ക് ശ്രീരാമചന്ദ്രനെ കാണുവാൻ പോയി അദ്ദേഹത്തെ ക്ഷണിച്ച് തിരിച്ച് രാജ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും അദ്ദേഹം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീരാമനും അതുപോലെ ലക്ഷ്മണനും പിതാവിൻ്റെ വിയോഗ സമയത്ത് അയോധ്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ കടമ എന്താണ്, തൻ്റെ ഉത്തരവാദിത്തം എന്താണ്, പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഉത്തരവാദിത്തോടു കൂടി അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മൾ കാണുന്നു. അതേപോലെ ഇനി ശത്രുഘ്നനെ നോക്കൂ. ശത്രുഘ്ന എന്ന വാക്ക് യഥാർത്ഥത്തിൽ ശത്രു എന്ന സംസ്കൃത പദം അല്ലേ, അതെന്താ അറിയാം, വിനാശകൻ, കൊലയാളി എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഘ്ന എന്ന് പറഞ്ഞാൽ ഈ ശത്രുവിനെ ഇല്ലാതാക്കുന്ന, ശത്രുവിനെ കൊല്ലുന്നവൻ അല്ലെങ്കിൽ ഹനിക്കുന്നവൻ എന്ന അർത്ഥം ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാൻ. ഇവിടെയും ആ പേരിൻ്റെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, ആലങ്കാരികമായ വസ്തുത നമ്മൾ പരിശോധിക്കൂ. അപ്പോൾ എന്ത് മനസ്സിലാവും? രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ ശത്രുഘ്നൻ്റെ കഥാപാത്രത്തെ നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് പ്രവണതകളിൻ്റെ നാശത്തിന്, നന്മയുടെ, അതുപോലെ തന്നെ നന്മയുടെ സംരക്ഷണത്തിനുമുള്ള ഒരു പ്രതിനിധിയായിട്ട് നമ്മൾക്ക് ഈ പറയുന്ന ശത്രുഘ്നനെ കാണാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ നകാരാത്മകമായ ചൈതന്യങ്ങൾ, ഊർജങ്ങൾ, ആ ഊർജങ്ങളെ നശിപ്പിച്ചിട്ട്, അതാണല്ലോ നമുക്ക് നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുക, അതാണ് ശത്രുക്കൾ. അപ്പോൾ ആ ശത്രുവിനെ നശിപ്പിക്കുക. ആ ശത്രുവിനെ നശിപ്പിച്ച കാരണം അതാണ് നമ്മൾ പലരും ഹിന്ദുക്കളെ കളിയാക്കാറുണ്ട്. എന്താണ് ശത്രു സംഹാര പൂജ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അമ്പലത്തിൽ വഴിപാട് നടത്തുന്ന ആൾക്കാരല്ലേ. ഇവിടെ നോക്കൂ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാവണത് അല്ലേ. രാമായണത്തിൽ ശത്രുഘ്നൻ എന്നുള്ള ആ പദത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വാൽമീകി മഹർഷി ഉദ്ദേശിച്ചത്, ഈ കഥാപാത്രങ്ങളുടെ നാമകരണം വഴി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ അല്ലേ, ഒരു യോദ്ധാവെന്ന നിലയിൽ, ആ ഒരു യോദ്ധാവെന്ന ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്തിന്, തൻ്റെ മാനസികമായ ഈ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെയും അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെയുള്ള നിലപാട്, അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ താൻ എങ്ങനെ നിലകൊള്ളണം, ശരിയായത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശത്രുഘ്നൻ. മാനസികമായ തലത്തിൽ, അതായത് സൂക്ഷ്മതലത്തിൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിൽ, അല്ലെങ്കിൽ സൂക്ഷ്മമായ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ ശത്രുഘ്നനെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സമയത്ത് വിവേചന ശക്തിയുടെയും നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള ആ കഴിവിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്കറിയാം എന്താണ് രാമായണം. രാമായണം ഈസ് നത്തിങ്. കാരണം എന്താ, നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വളരെ കാവ്യാത്മകമായി അന്നത്തെ സാമൂഹിക ക്രമത്തെ അടിസ്ഥാനപ്പെടുത്തി, അന്നുള്ള ഭൂപ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, രാജവംശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച ഒരു മഹാകാവ്യമാണ്. പക്ഷെ നമ്മൾ ഭൂരിഭാഗം ആളുകളും അതിൻ്റെ കഥയിൽ കുടുങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയത്തിൽ നമ്മൾ ഒരിക്കലും എത്തി നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീരാമനുമായിട്ടുള്ള ഈ വിവേചന ശക്തിയും നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും പ്രതീകമായി നമ്മൾക്ക് കാണുവാൻ സാധിക്കുമ്പോൾ, രാമായണത്തിൽ ശ്രീരാമനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും യോദ്ധാവെന്ന നിലയിലത്തെ അദ്ദേഹത്തിൻ്റെ പങ്കും വിവേചനശേഷി വളർത്തിയെടുക്കേണ്ടതിൻ്റെ അല്ലേ, നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ നകാരാത്മകമായ ശക്തികൾക്കെതിരെ നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് നമ്മളോട് പറയുന്നത്. ആന്തരിക ശക്തി വികസിപ്പിക്കുന്നതിൻ്റെയും അല്ലെ, ഓരോ വ്യക്തിയുടെ ആന്തരികമായ ശക്തി വികസിപ്പിക്കുന്നതിൻ്റെയും തന്നെയും മറ്റുള്ളവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശത്രുഘ്നൻ്റെ കഥാപാത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന രാമായണത്തിൻ്റെ കഥാപാത്രങ്ങളെ തന്നെ എടുത്തു നോക്കുമ്പോൾ, മുമ്പിലുള്ള എപ്പിസോഡിൽ ഞാൻ അവരെ വേദസാരമാണ് രാമായണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ 4 വേദത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആലങ്കാരികതയിൽ നമ്മൾ അവിടെ
പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ എന്താ പറയുക, നിഘണ്ടു ശാസ്ത്രത്തിലൂടെ നമ്മൾ നോക്കി കാണുമ്പോഴാണ്, അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ വാക്കുകൾ, അതായത് ഈ കഥാപാത്രങ്ങളുടെ നാമകരണം തന്നെ രാമായണത്തിൻ്റെ സന്ദർഭത്തിൽ ധർമ്മത്തിൻ്റെ മൂർത്തീഭാവം, വിശ്വസ്തത, ഭക്തി, കടമ, ഉത്തരവാദിത്തം, നകാരാത്മകമായ പ്രവണതകളുടെ നാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ മനുഷ്യപ്രകൃതിയുടെ വിവിധ വശങ്ങളുടെയും ആത്മീയമായ അവബോധം, അതുപോലെ വൈകാരികമായ ബുദ്ധി, സ്വയം അവബോധം, ആന്തരികമായ ശക്തി എന്നിവ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് ഇവരുടെ കഥാപാത്രങ്ങൾ ഈ ഇതിഹാസത്തിൽ വർത്തിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു രാജകുടുംബത്തിലെ 4 പുത്രന്മാരാണ് എന്ന് മാത്രം കരുതി നമ്മൾ ആ കഥയെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി നമ്മുടെ മഹർഷീശ്വരന്മാർ പകർന്നു തന്ന മഹാവിദ്യകളാണ്, വേദസാരം തന്നെയാണ്. ഈ 4 കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ സമയത്ത് ഇനി അടുത്തതായി നമ്മൾ കൗസല്യ, അല്ലേ, 3 മാതാക്കളുണ്ട് രാമായണത്തിൽ. ഇതുപോലെ തന്നെ 4 പുത്രന്മാരെ പോലെ തന്നെ 3 പത്നിമാരും ഉണ്ട് ദശരഥൻ്റെ. അതും ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൗസല്യ, സുമിത്ര, കൈകേയി എന്നീ പദങ്ങളുടെ ആലങ്കാരികവും നിഗൂഢവുമായ വശങ്ങളൊക്കെ, അല്ലെങ്കിൽ സൂക്ഷ്മമായ വശങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായി നമ്മൾ കൗസല്യ എന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ നാമം എടുത്തു നോക്കിയാൽ തന്നെ നിഘണ്ടുശാസ്ത്രപ്രകാരം കൗസല്യ എന്ന വാക്ക് ക്ഷേമം, ശുഭം അല്ലെങ്കിൽ നൈപുണ്യം എന്നർത്ഥം വരുന്ന കൗസല്യ എന്ന പദം, കൗസല എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നാമം രൂപപ്പെടുത്തുന്നതിനാണ് ഈ അകാരം അവസാനം ചേർക്കുന്നത്, കൗസല്യ. അപ്പം ആ പ്രത്യയം ചേർത്തിട്ടാണ് കൗസല്യ എന്ന നാമം അദ്ദേഹം കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഗുണവുമായുള്ള അല്ലെങ്കിൽ ഗുണവുമായുള്ള ബന്ധത്തെയോ കൈവശം വെക്കുന്നതിനെയോ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. കൗസല്യയുടെ പേരിനെ ശുഭകരമായ ഒരാൾ അല്ലെങ്കിൽ ക്ഷേമത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ എന്നൊക്കെ വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിൻ്റെ അലങ്കാരവശം അല്ലെങ്കിൽ ആലങ്കാരികമായ വസ്തുത, രൂപകമായ വശം, അത് എന്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ നോക്കിയാൽ രാമായണത്തിൻ്റെ കഥാപശ്ചാത്തലത്തിൽ കൗസല്യയുടെ കഥാപാത്രത്തെ ഒരു അമ്മയുടെ പോഷണത്തിൻ്റെ, പിന്തുണയ്ക്കുന്ന ഗുണങ്ങളുടെ ഒരു പ്രതീകമായി കാണുവാൻ സാധിക്കും. ശ്രീരാമനോടുള്ള അവളുടെ സ്നേഹവും ഭക്തിയും അചഞ്ചലമായതാണ്. ഒരു മാതാവ്, യഥാർത്ഥ മാതാവിനുണ്ടാവേണ്ട ഗുണങ്ങളാണ് അവിടെ. മാതൃസ്നേഹത്തിൻ്റെയും പരിചരണത്തിൻ്റെയും ആദർശങ്ങൾ അവൾ ഉൾക്കൊള്ളുന്നു. അല്ലെ, ദിവ്യമായ സ്ത്രീത്വത്തിൻ്റെ ദയാലുവും സംരക്ഷണപരവുമായ വശങ്ങളുടെ പ്രതിനിധാനമായി കൗസല്യയുടെ പങ്കിനെ നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. ഇനിയുള്ളത് നമുക്ക് അതേ കൗസല്യയുടെ സൂക്ഷ്മമായ മാനസിക തലത്തിലുള്ള അർത്ഥം കൂടെ ഒന്ന് നോക്കാം. അവിടെ കൗസല്യയെ ഉയർന്ന സ്വത്വത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ, ആത്മീയ വശത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് കാണാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആത്മചൈതന്യത്തിൻ്റെ, ആത്മവ്യക്തിത്വത്തിൻ്റെ, ആത്മീയമായ നമ്മുടെ ആ വശത്തിൻ്റെ പ്രതീകമായി നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈശ്വരീയമായ ആ ദിവ്യബോധത്തിൻ്റെ മൂർത്തീഭാവമാണ് അല്ലെങ്കിൽ മൂർത്തീഭാവമാണ് ശ്രീരാമൻ. ആ ശ്രീരാമനുമായുള്ള കൗസല്യയുടെ ബന്ധം വ്യക്തിഗതമായ സ്വത്വത്തിനും സാർവത്രികമായ സ്വത്വത്തിനും ഇടയിലുള്ള ഐക്യം. ഞാൻ പറഞ്ഞു, രാമൻ പ്രതിനിധാനം ചെയ്യുന്നത് കോസ്മിക് ഇൻ്റലിജൻസും ഹ്യൂമൻ ഇൻ്റലിജൻസും തമ്മിലുള്ള വിടവാണ്, അതിൻ്റെ ഐക്യമാണ്, അതിൻ്റെ യൂണിയനാണ് ശ്രീരാമൻ എന്ന് പറയുമ്പോൾ. ഇവിടെയും ആ ഐക്യത്തെ, ആ ഐക്യമാകുന്ന ആ ഗുണത്തെ പോഷിപ്പിക്കുന്നവൾ, ഒരു മാതാവിനെ പോലെ പാലനം പോഷണം ചെയ്യുന്ന അവൾ, ആ കഥാപാത്രത്തെ, ശ്രീരാമനാകുന്ന ആ ഐക്യബോധത്തെ പാലനം പോഷണം ചെയ്യുന്ന മാതാവ്, അതിൻ്റെ പ്രതിനിധാനം, അതാണ് കൗസല്യയുടെ കഥാപാത്രം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അവബോധവും ഭക്തിയും വളർത്തിയെടുക്കേണ്ടതിൻ്റെ. കാരണം വളർത്തുക എന്നുള്ളത് അമ്മയുടെ ലക്ഷണമാണ്, മാതൃത്വത്തിൻ്റെ ലക്ഷണമാണ്. ആ പ്രാധാന്യത്തെയാണ് ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ഇനി സുമിത്ര എന്ന നാമകരണവും നമുക്ക് വേണമെങ്കിൽ നോക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുക എന്താണ്, സുമിത്ര എന്ന വാക്കിന് നല്ലത് അല്ലെങ്കിൽ ശുഭം എന്നർത്ഥമുള്ള സു എന്ന് നമുക്ക് അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് കാണാം. അതിൽ തന്നെ സുഹൃത്ത് എന്നർത്ഥമുള്ള മിത്ര എന്ന പദവും ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് സുമിത്ര, നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ശുഭകരമായ സൗഹൃദം. ഇവിടെയും ഈ പറയുന്ന പോലെ അതിൻ്റെ പ്രതീകാത്മകത എന്താണ്? രാമായണ കഥ എടുത്തു നോക്കിയാൽ വാൽമീകി എന്താ ഉദ്ദേശിച്ചത്? സുമിത്രയുടെ കഥാപാത്രത്തെ സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും
ഗുണങ്ങളുടെ ഒരു രൂപകമായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും അമ്മ എന്ന നിലയിൽ അവളുടെ പങ്ക് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള പ്രാധാന്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. സുമിത്രയുടെ കഥാപാത്രം അതായത് സകാരാത്മകമായ നമ്മുടെ ബന്ധങ്ങൾ, പോസിറ്റീവായ ബന്ധങ്ങളും സൗഹൃദങ്ങളും വളർത്തിയെടുക്കേണ്ടതിൻ്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നതിലായിട്ടാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണനെയും ശത്രുഘ്നനെയും അമ്മ എന്ന നിലയിൽ അവളുടെ പങ്ക് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുന്നതിനുമുള്ള പ്രാധാന്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. സഹവർത്തിത്വത്തിൻ്റെ ഗുണം അതാണ് അവിടെ. ഇനി മാനസികമായ തലം എടുത്തു നോക്കിയാൽ സുമിത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിഗൂഢ വീക്ഷണകോണിൽ നിന്ന് സുമിത്രയെ ബുദ്ധിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാമർത്ഥ്യത്തിൻ്റെയോ പ്രതീകമാണ്. അതായത് വ്യക്തിപരമായ സ്വത്വത്തിന് വഴികാട്ടിയും സുഹൃത്തുമായി വർത്തിക്കുന്നു അവൾ. വിശ്വസ്തതയും ഭക്തിയും ഉൾക്കൊള്ളുന്ന ലക്ഷ്മണനുമായുള്ള അവളുടെ ബന്ധം ബുദ്ധിയും വൈകാരിക ശരീരവും തമ്മിലുള്ള ഐക്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ആത്മചൈതന്യവും ബുദ്ധിയും തമ്മിലുള്ള വൈകാരിക ശരീരവും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ബന്ധം നോക്കൂ, ബുദ്ധിയും വൈകാരിക ശരീരവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ബുദ്ധിയും വൈകാരിക ശരീരവും തമ്മിലുള്ള ബന്ധം, ലക്ഷ്മണനാണ് വൈകാരിക ശരീരം എന്ന് പറഞ്ഞു, ഇവിടെ ബുദ്ധിയാണ് അല്ലേ? ആ ബുദ്ധി വൈകാരിക ശരീരം പ്ലസ് ശ്രീരാമൻ, അതാണ് കൗസല്യ സുമിത്രയുടെ ഐക്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുവഴി എന്താ സംഭവിക്കുക? ഇവർ രണ്ടും ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിവേചന അധികാരവും അതുപോലെ ജ്ഞാനവും വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി വരും. കാരണം ബുദ്ധിയും ഇൻ്റലിജൻസും ഇമോഷൻസും തമ്മിലുള്ള ഐക്യം ഉണ്ടായാൽ, യൂണിയൻ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡിസ്ക്രിറ്ററി പവർ, അതായത് നമുക്ക് വിവേചന ശക്തി ഉണ്ടാവും. നന്മ തിന്മകൾ തിരിച്ചറിയുവാനുള്ള വിവേചന അധികാരവും അതുപോലെ ജ്ഞാനം വളർത്തിയെടുക്കാനുള്ള ത്വരയും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയാണ് മൂന്നാമത്തെ അമ്മയായ കൈകേയി. കാരണം നമുക്കറിയാം അയോധ്യാകാണ്ഡത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട ഒരു കഥാപാത്രം. അതിൽ തന്നെ നോക്കൂ, കേകയ അല്ലേ? കൈകേയി എന്ന വാക്ക് പുരാതന ഗോത്ര അല്ലെങ്കിൽ പുരാതനമായ ഒരു വംശാവലിയുടെ രാജ്യത്തെ, കേകയരുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്ന സംസ്കൃത പദമാണ് കേകയ അല്ലേ? അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിൽ ഈകാരം ചേർത്തിട്ട് ഈ ചേർത്തിട്ടാണ് കൈകേയി എന്ന പദം ചേർത്തിരിക്കുന്നത്. അപ്പോൾ കൈകേയി യഥാർത്ഥത്തിൽ കേകയ രാജ്യത്തിലെ ഒരു രാജകുമാരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഉയർന്ന തലത്തിലുള്ള സ്ത്രീയോ ആണ് എന്ന് നമുക്ക് കരുതാം. അല്ല, സ്ത്രീ എന്നല്ല, ഈ പറയുന്ന പോലെ രാജകുമാരി തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, കാരണം കേകയ എന്നത് യഥാർത്ഥത്തിൽ കികിസ എന്ന വാക്കുമായി ബന്ധമുള്ളതാണ്. അതിനർത്ഥം പ്രക്ഷുബ്ധത അല്ലെങ്കിൽ വിശ്രമമില്ലാത്തത്, അതായത് ഒരു തരം നമ്മൾ പറയല്ലേ ഘർഷണം ഉള്ള ഒരു സ്വഭാവം എന്നാണ്. അപ്പോൾ കൈകേയിയുടെ പേര് പ്രക്ഷുബ്ധതയുമായോ അസ്വസ്ഥതയുമായോ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ആണ് എന്ന് ഇതിൻ്റെ പദോൽപത്തി ബന്ധം നോക്കിയാൽ തന്നെ കാണാം. മറ്റ് രണ്ട് അമ്മമാരുടെ നാമകരണം പോലെയല്ല കൈകേയിയുടെ. കാരണം അത് വളരെ കൃത്യമായിട്ട്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കഥാപാത്ര രചനയ്ക്ക് പോലും, കഥാപാത്ര നാമകരണത്തിന് പോലും വാൽമീകി ഇത്രയും ശ്രദ്ധയോടുകൂടി പദോൽപത്തി വരെ ശ്രദ്ധിച്ചിട്ടാണ് പേരുകൾ പോലും സൃഷ്ടിച്ചത്. അപ്പോൾ ഇതിൻ്റെ രൂപകവശം എന്താണ്? രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തന്നെ കൈകേയിയുടെ കഥാപാത്രത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ നീതിബോധത്തിനും ധർമ്മബോധത്തിനും പകരം നമ്മൾക്ക് എപ്പോഴും വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന മനുഷ്യൻ്റെ ഒരു പ്രവണതയുണ്ട്. ഈ പ്രവണതയുടെ കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ കൈകേയി. അതായത് പല സമയത്തും നമ്മൾ പല പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു ധർമ്മജ്ഞനായോ ഒരു നീതിമാനായോ ഒക്കെ ഇരിക്കുന്ന പോസ്റ്റിൻ്റെ സമയത്തും സ്വന്തക്കാരായ ആളുകൾ അവിടെ പ്രതിക്കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്വന്തക്കാരോടുള്ള വ്യക്തിപരമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു സ്വഭാവം മാനവരാശിക്കുണ്ട്. ആ മനുഷ്യൻ്റെ പ്രവണതയുടെ ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ കൈകേയി എന്ന കഥാപാത്രം. ഇപ്പോൾ ശ്രീരാമൻ്റെ വനവാസത്തിനും ഭരതൻ്റെ കിരീടധാരണത്തിനുമുള്ള അവരുടെ ആവശ്യം മനുഷ്യ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അഹങ്കാരത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പ്രതിനിധാനമാണ് കൈകേയി. അതായത് മനുഷ്യൻ പല സമയത്തും തീരുമാനം എടുക്കുമ്പോൾ നമ്മളെ ആ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ അഹങ്കാരവും സ്വാധീനവും. ഇത് പലപ്പോഴും സംഘർഷത്തിലേക്കും അസ്വസ്ഥതകളിലേക്കും
നമ്മളെ നയിക്കും. അതാണ് നേരത്തെ പറഞ്ഞ കികിസ എന്ന പദം. കാരണം എന്താ? അവിടെ അത് പ്രക്ഷുബ്ധത. അപ്പോൾ കൈകേയിയുടെ റോൾ എന്താണ്? ഇവിടെ പ്രക്ഷുബ്ധത സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സംഘർഷത്തിലേക്കും കുഴപ്പത്തിലേക്കും നയിച്ച് ശ്രീരാമൻ്റെ കിരീടധാരണം അല്ലെങ്കിൽ രാജ്യാവകാശത്തിലേക്കുള്ള രാമൻ്റെ യാത്ര അല്ലെങ്കിൽ ആ രാമൻ്റെ വഴി തടയുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആലങ്കാരികമായി പറഞ്ഞാൽ, ഇതിൻ്റെ സൂക്ഷ്മമായ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ പ്രക്ഷുബ്ധ മാനസികമായ തലത്തിൽ നോക്കുമ്പോൾ പ്രക്ഷുബ്ധതയ്ക്കും അസ്ഥിരതയ്ക്കും സാധ്യതയുള്ള വൈകാരികമായ അല്ലെങ്കിൽ ജ്യോതിഷ ശരീരം എന്ന് നമ്മൾ പറയുന്ന കോസൽ ബോഡിയുടെ പ്രതിനിധാനമായിട്ടാണ് കൈകേയിയെ കാണാൻ സാധിക്കുക. അതായത് പരിശോധിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിൽ നിന്നും അഹങ്കാരത്താൽ നയിക്കപ്പെടുന്ന പ്രേരണകളിൽ നിന്നും ഉണ്ടാകുന്ന വൈകാരികമായ സംഘർഷവും അടുപ്പവും അവരുടെ കഥാപാത്രത്തിൽ വളരെയേറെ പ്രതിഫലിക്കും. കാരണം വിധിപരമായി നമ്മൾ പറയില്ല, നമ്മൾ അനുഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് വരുന്ന ഒരുപാട് പ്രേരണകൾ, പ്രവണതകൾ, വാസനകളൊക്കെ ഉണ്ട്. ഈ വാസനകളും പ്രേരണകളും പ്രവണതകളുമായിട്ട് ബന്ധമുള്ള ഒരു വൈകാരിക തലമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ വൈകാരികമായ നമ്മുടെ ജീവിതത്തിലൊക്കെ ആത്മബോധവും വൈകാരിക നിയന്ത്രണവും വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കൈകേയിയുടെ വേഷം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 4 നാമങ്ങളെക്കുറിച്ചൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞാൽ, കൗസല്യ, സുമിത്ര, കൈകേയി എന്നീ വാക്കുകൾ രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വലിയൊരു ഗണ്യമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. ഒരമ്മയുടെ പോഷണവും പിന്തുണയും നൽകുന്ന ഗുണങ്ങളും അതുപോലെ സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രാധാന്യമായ സുമിത്രയും, പിന്നെ പരിശോധിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ, അതായത് നമ്മൾ ചെക്ക് ചെയ്യാത്ത, നമ്മൾ പറയില്ലേ കാമം, അത് സാധാരണ ആഗ്രഹം ആസക്തിയാവുന്നതിപ്പോൾ നമ്മളതിന് ചെക്ക് വെക്കാത്തപ്പോഴാണ്. അങ്ങനെ പരിശോധിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അഹങ്കാരത്താൽ നിന്നും നമ്മൾ നയിക്കപ്പെടുന്ന പ്രേരണകളിൽ നിന്നും ഉണ്ടാകുന്ന പ്രക്ഷുബ്ധതയും അസ്വസ്ഥതയുമാണ് കൈകേയി. അങ്ങനെ മനുഷ്യപ്രകൃതിയുടെ വിവിധ വശങ്ങളുടെയും നമ്മുടെ ജീവിതത്തിലെ ആത്മീയ അവബോധം, വിവേചനാധികാരം, സ്വയ അവബോധം എന്നിവ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് യഥാർത്ഥത്തിൽ ഈ കഥാപാത്രങ്ങളിലൂടെ നമ്മളോട് വാൽമീകി പറയുന്നത്. അപ്പോൾ സൗഹൃദത്തിൻ്റെയും ഒരു അമ്മയുടെ പാലനവും പോഷണവും ചെയ്യുന്ന ഗുണം മനുഷ്യ മനസ്സിനുണ്ടാവും. അതുപോലെ സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഗുണം സുമിത്ര. അതുപോലെ നമ്മുടെ ഈഗോയിലും നമ്മൾക്കുണ്ടാവുന്ന ഡിസയേഴ്സിൻ്റെയും ഒക്കെ അൺചെക്ഡ് ഡിസയേഴ്സിൻ്റെയും ഒക്കെ ഫലമായി നമ്മുടെ പ്രേരണകൾ ഉണ്ടാവും, നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. ആ ഇൻറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന പ്രക്ഷുബ്ധതയും അതുപോലെ അസ്വസ്ഥതയും ഒക്കെ കാരണമാകുന്ന മൂന്നാമതൊരു ഗുണം, അതാണ് കൈകേയി. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയും കൂടെ നോക്കാം. അത് മന്ധരയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്താണ് മന്ധര നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുകൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ കഥ പരിശോധിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങൾ പരിശോധിക്കാം. ഇന്ന് ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ ഒരു എപ്പിസോഡ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എപ്പിസോഡാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ എത്രയും ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഈ ഒരു എപ്പിസോഡല്ലേ യഥാർത്ഥത്തിൽ എല്ലാ എപ്പിസോഡും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തത്വങ്ങളിലൂടെ രാമായണത്തെ അഭ്യസിക്കാൻ എല്ലാവരെയും സഹായിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കൈകോർക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി ഇതൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണാമെന്ന പ്രതീക്ഷയോടെ നമസ്തേ.